ആൻഡ്രൂവിന്റെ രണ്ടാമത്തെ യാത്ര. പക്ഷേ ഈ യാത്രയിൽ ആൻഡ്രൂവും കൂടെയുണ്ട്. എന്തോരം നടക്കുന്ന കൂടെ നടന്നേ വാ വാ നടക്ക് നടക്ക്. പിന്നെ വിശപ്പുണ്ടാവൂലേ, ചിക്കനൊക്കെ വാങ്ങിച്ചാലേ വാ കൂടെ നടക്ക്. നീ വില്ലേജ് ഇപ്പം എത്തും. കാശൊക്കെ നമ്മൾ നോക്കിക്കോളാ. ആ അതെ സ്ഥലമെത്തി. സ്പ്രൂസ് ഫുഡ്സ് എന്നാണ് ഓണ് പേര്. വാ വാ കേറ കേറ. ആ ശരി ശരി ശരി. അതെ, ഇങ്ങ് വന്ന് ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് വിടൂ. അരമണിക്കൂറായി വിശന്നിട്ടാണെങ്കിൽ വയറും കത്തണ. വാ. എന്ത് വലിയ ചെക്കിങ് ആണ്. എടാ നീയില്ലേ ചിക്കൻ മുഖം വാങ്ങിച്ചിട്ടാ. പക്ഷെ അതിവിടെ നോക്കിയാ ബോഡി നോക്കി പോയാ മതി. ഞാൻ പോയിട്ടേ തോക്കൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഞാൻ നോക്കട്ടെ. അത് ശരിയാടാ വിട്ടോ. പോടെന്താ എന്നെ നോക്കി പോണി. പോടാ പോടാ. ഷെറാമ്പറപ്പ് ചെക്ക്. ഇതെന്നാ മീറ്റ് ഐറ്റംസ്. ഇത് തന്നെ കട. ആരും ഇല്ല ഇവിടെ. ബഷീർ 2 കോയിനൊക്കെ വെട്ടിക്കേ. എന്താ ചേട്ടാ വേണ്ടേ? ചിക്കൻ ഉണ്ട് ഇവിടെ. ചിക്കൻ ഉണ്ട് ചേട്ടാ. ഒരു ഹാഫ് ചിക്കൻ. ഹാഫ് ചിക്കന് ഒരു 10 നഗറ്റ്സ് ആവും. ഗോൾഡൻ നഗറ്റ്സ്. തരാം. ഹാഫ് ചിക്കൻ എടുത്തോ. എടാ ബഷീറേ, ഒരു ഹാഫ് ചിക്കൻ. എന്താ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വഴിയെത്തി വന്ന ചേട്ടാ. ഞങ്ങൾ വന്നഴിക്ക് അവിടെ ഫുള്ള് ബോഡി ഗാർഡ് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെന്താ? അപ്പൊ അതറിയില്ലേ, ഇവിടത്തെ വില്ലേജ് ഹെഡിന്റെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു പേട് കാണാതെ പോയി. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ ബോഡി ഗാർഡിനെ വെച്ചേക്കണത്. അതെനിക്കറിയില്ല. നിനക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വില്ലേജ് ഹെഡിനോട് തന്നെ ചോദിക്കണം. ചിക്കൻ ആയിന്ന് തോന്നുന്നു. ബഷീറേ, ചിക്കനായോ? വെയിറ്റ് ചെയ്തേക്കാം. പക്ഷെ എന്തോ ഒച്ചകണി മാത്രം ഷെഡങ്ങേറാണല്ലോ. തോക്കിന് ഷോക്ക്. ആകെ പണി കിട്ടിയ അവസ്ഥയായി. ഷോർട്ട് ഗൺ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടുമില്ല. എന്താ ചേട്ടാ? എന്താ വേണ്ട ചേട്ടാ? എനിക്ക് 2 തോക്ക് വേണം. ഏതാ വേണ്ട ചേട്ടാ? ഒരു ARMF പിസ്റ്റൽ. പിസ്റ്റൽ ആണെങ്കിൽ ഒരു 30 നഗറ്റ്സ് ആണ് അതിന്റെ വാല്യൂ വരുന്നത് ചേട്ടാ. ഷോർട്ട് ഗൺ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഗൺ അല്ല ചേട്ടാ, വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഓക്കെ 30 നഗറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ഒരു ഭയങ്കര ചെക്കിംഗ് ഒക്കെ ഉണ്ടാവില്ല. എന്താ പ്രശ്നം? എന്താണ് അത്? ഇവിടുത്തെ വില്ലേജ് ഹെഡിന്റെ കയ്യിൽ നിന്ന് ഒരു വിലപിടിപ്പുള്ള പേള് മോഷണം പോയി. അതിൻ്റെതായി. അപ്പൊ എന്താണ്? അപ്പൊ അതാരോ എടുത്ത്. അത്ര എനിക്കറിയുള്ളൂ. അതിനെ കുറിച്ച് എനിക്കറിയില്ല. നല്ല വിലയാണ് അപ്പോഴൊക്കെ. വില ലക്ഷങ്ങളുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. എനിക്കത്ര അറിവുള്ളൂ. താൻ ഇവിടത്തെക്കാരനല്ല, ഒന്നും അറിയൂലേ. അവര് സീക്രട്ട് ആയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അവരങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. എത്ര വാല്യൂ ആണെന്നൊന്നും കാണിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കടയിൽ നിന്ന് ചിക്കൻ. എനിക്ക് ചിക്കൻ കിട്ടി. അയാള് ഹാഫ് എന്നിട്ട് ഫുള്ളാണ് എടുത്ത് തന്നത്. ഞാനിവിടുത്തെ വില്ലേജ് അപ്പൊ ഇനി എന്ത് ചെയ്യണം? നീ കള്ളക്കാരനാണോ? അല്ല, ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ വന്നത്. കണ്ട കയ്യില് ചിക്കൻ. നിങ്ങളാണ് ഈ പേളെടുത്തത്. പേളൊക്കെ എടുക്കാൻ ഞാൻ പിന്നെ മാർക്കറ്റിന്റെ അമ്മ നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ തരാം. ഇവിടെ ഒരു പേള് മോഷണം പോയി. ആ പേള് കണ്ടെത്തണമെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ തരാം. 2 ലക്ഷം ഞാൻ അവിടുത്തെ വില്ലേജ് ഹെഡാണെന്നുള്ള ഓർക്കണം. 2 ലക്ഷമെങ്കിൽ 2 ലക്ഷം തരാം. പക്ഷെ അത് കണ്ടെത്തണം. പേള് എന്റെ മുന്നിൽ ഹാജരാക്കി. ആരാണതെടുത്ത്? അത് ഏതൊരു ജാക്ക് എന്ന് പറഞ്ഞ ഒരുത്തനാണ്. അവൻ ആരോ എടുത്തോണ്ട് പോണ ആരോ കണ്ടു. അവന്റെ താവള ഇവിടെ അടുത്തെവിടെയാണെന്ന് തോന്നണം. എനിക്കറിയില്ല. പക്ഷെ ഏതൊരു മലയാളം ആളാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ പേരെന്താന്ന് പറയാ? എന്റെ പേര് ആൻഡ്രൂ. എന്റെ പേര് ജോ. ഇനി
പറഞ്ഞത് ആ പോളായിട്ടല്ലാതെ ഈ വില്ലേജിലേക്ക് കയറിപ്പോയത്. ഞാൻ പോണ് പറഞ്ഞത് വില ആൻഡ്രൂ നമുക്കൊരു കൈ നോക്കിയാലോ?